ഒരു ദിവസം 5 സബ്ജക്റ്റ് പഠിക്കാനുള്ള ടൈം ടേബിൾ തരട്ടെ എങ്കിൽ ഇപ്പം തന്നെ ഒരു പേനയും പേപ്പർ എടുത്തോളൂ, ടൈം ടേബിൾ എഴുതിക്കോളൂ. അതിന് മുന്നേ മറക്കണ്ട, ഹരിസാറിൻ്റെ ഇതേപോലുള്ള കുറേ വീഡിയോസും കാര്യങ്ങളും ടിപ്സും ട്രിക്സൊക്കെ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഫോളോ ചെയ്തോളൂ ഹരിസാറിൻ്റെ അക്കൗണ്ട്. അപ്പം നിങ്ങളെ ലൈഫിൽ നോക്കൂ മക്കൾ, 2 ദിവസങ്ങളാണുള്ളത്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു സ്കൂളിൽ പോയിട്ട് ട്യൂഷനും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ബേൺ ഔട്ട് ആയിരിക്കുന്ന സമയത്താണ്, അതൊരു ദിവസം. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് ദിവസമുണ്ട്, അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ദിവസമാണ് ലീവ് ദിവസം, ശനി ഞായറൊക്കെയാണ്. അപ്പോൾ ഈ ശനി ഞായർ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ വെച്ചൊരു 5 സ്ലോട്ട് ഉണ്ടാക്കി വെക്കുക. യെസ്, 10 മണിക്കൂറാണ് സാറിന് അറിയാം. 10 മണിക്കൂർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് രാവിലെ ഏർലി മോർണിംഗ്, ലേറ്റ് മോർണിംഗ്, പിന്നെ ഒരു ആഫ്റ്റർനൂൺ പഠിക്കാൻ പറ്റും, പിന്നെ ഒരു ഈവനിങ് സെഷനിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ലേറ്റ് ഈവനിങ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതാണ് ഈ ടൈം ടേബിളിൻ്റെ ഒരു സെഷൻ. ഈ 2 മണിക്കൂർ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഓരോരോ വിഷയങ്ങൾ എടുത്തിട്ട് 5 സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമാണെന്ന് തോന്നുന്ന വിഷയങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മോശമാണെന്ന്, നിങ്ങൾക്ക് ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്ന മണിക്കൂറിൽ നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഇനി നല്ലോണം ആക്റ്റീവ് ആണെന്ന് തോന്നുന്ന, നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കുന്ന മണിക്കൂറിൽ നിങ്ങൾ കടുപ്പമുള്ള വിഷയങ്ങൾ പഠിക്കാൻ നോക്കുക. ഇനി പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല, നിങ്ങൾ പഠിത്തമുള്ള ദിവസം അല്ലെങ്കിൽ സ്കൂളുള്ള ദിവസം എന്താ ഞങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളോട് ആരാ പറഞ്ഞത്? പഠിക്കുന്ന ഇത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ദിവസത്തിൽ നിങ്ങൾ 5 സബ്ജക്റ്റ് ഒക്കെ എടുത്ത് പഠിക്കണം നിങ്ങളോട് ആരാ പറഞ്ഞത്? ഒരിക്കലും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ 2 സബ്ജക്റ്റ് എടുക്കുക, അത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 2 സബ്ജക്റ്റ് എടുക്കുക, എന്നിട്ട് അങ്ങോട്ട് പഠിക്കുക, എന്നിട്ട് അടിപൊളിയായിട്ട് മനസ്സിലാക്കുക. അത് നിങ്ങൾ ഇഷ്ടമുള്ള ടൈം ടേബിൾ എടുത്ത് പഠിച്ചോളൂ. വൈകുന്നേരം വന്നിട്ട് രാവിലെ പോകുന്നതിന്, സ്കൂളിൽ പോകുന്നതിന് മുന്നേ അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. പിന്നെ ആവശ്യമില്ലാണ്ട് വെറുതെ സ്ക്രോൾ ചെയ്തിട്ട് റീലും കാര്യങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത റീലും കണ്ടിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ടൈമായി, പഠിക്കാനുള്ള സമയമായി, എക്സാം ടൈമായി, അപ്പോൾ അതിനുള്ള ശ്രമമായിരിക്കണം. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഹരിസാറിനൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.